എന്താണ് പതിവില്ലാത്തൊരു ഡെക്കറേഷൻസ് ഒക്കെ എന്നായിരിക്കും ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നത്. വേറൊന്നുമല്ല ഗൈസ്, നമ്മുടെ കുഞ്ഞാവയുടെ പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഫംഗ്ഷൻ ആണ് കേട്ടോ ഇന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ബേബി ഷവർ. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വയറ് കാണൽ. അതിന്റെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഞങ്ങളാണ് കേട്ടോ ഹോൾസെയിലായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ഒരു ഫൈനൽ ലുക്കിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല പാടുപെട്ട് ഗൈസ്. കൊള്ളത്തിലെന്ന് ആരും പറയരുത്. ചെറിയൊരു അപ്രീസിയേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വലിയ ആശ്വാസമായിരിക്കും. അവിടുന്ന് ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ദാ ഇവിടെ ഭയങ്കര ബ്രൂട്ടീഷൻ പരിപാടികളൊക്കെ നടക്കുകയാണ് ഗൈസ്. നമ്മൾ പുറത്തുനിന്ന് ആരെ ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ സ്വന്തം പുണ്യമോളാണ് നമ്മുടെ കുഞ്ഞാവെ സുന്ദരി കുട്ടിയൊക്കെ ഇതാ ഇങ്ങനെ ഒരുക്കി തന്നത് കേട്ടോ. അങ്ങനെ അവിടെ നിന്നുള്ള ആൾക്കാരും ഇവിടെ നിന്നുള്ള ആൾക്കാരും എല്ലാം ഒത്തൊരുമിച്ച് വന്നതിന് ശേഷം നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവക്കാണെങ്കിൽ ഇത്രയും ആൾക്കാരെയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. എന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കേട്ടോ. എനിക്കങ്ങനെ നാണോമാനൊന്നുമില്ല ഗൈസ്. അപ്പൊ ബൈ ദ ബൈ അതിനുശേഷം നമ്മൾ ചെറിയൊരു ഗെയിം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് പിങ്ക് ബലൂണും ബ്ലൂ ബലൂണും ഒക്കെ വിർപ്പിച്ച് വെച്ചിട്ട് ഏത് കുട്ടി വരാനാണ് ചാൻസ് കൂടുതൽ എന്നുള്ളത് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടി. അതായത് ബ്ലൂവിൽ കുത്തിക്കഴിഞ്ഞാൽ ബോയെ കിട്ടും, പിങ്കിൽ കുത്തിക്കഴിഞ്ഞാൽ ഗേളിനെ കിട്ടും. പക്ഷെ ഏറ്റവും കൂടുതൽ കുത്ത് കിട്ടിയത് ബോയ്ക്കാണ് ഗൈസ്. എല്ലാവർക്കും ബോയെ മതി, ഗേളിനെ ആർക്കും വേണ്ട. എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ ഒരു പാഠമാണ് ഗൈസ് അത്. പക്ഷെ ഞങ്ങൾ കുറച്ചുപേര് മാറ്റി ചിന്തിച്ച് പിങ്കിലാണ് ഗൈസ് കുത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഒരു വില വേണമല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരാൾ ഇവിടെ നിന്ന് കുനുകുനാ കുത്തിപ്പൊട്ടിക്കുന്നു ഗൈസ്. ഇനി ഇത്രയും പിള്ളേരെ കാണാൻ വരുമോ? ഇല്ല, സ്കാനിങ്ങിൽ ഒരെണ്ണത്തിനെ കാണിച്ചുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്നോട് ചടപടയെന്ന് അകത്തോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ആമിക്കുഞ്ഞ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇത്രയും ചെറിയൊരു അനിയത്തി എനിക്കുണ്ടെന്ന് എത്ര പേർക്ക് അറിയാം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഭാഗത്തോട്ട് പോയപ്പോഴത്തേക്കും അമ്മയും ചാച്ചയൊക്കെ ഭയങ്കര ബിസിയാണ് കേട്ടോ. അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. വയറിനിട്ട് ഉമ്മ കൊടുക്കുന്നതും പിടിക്കുന്നതും നോക്കുന്നതും അതൊക്കെ തന്നെയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഞങ്ങളതൊന്നും വിട്ട് കളിച്ചിട്ടില്ല ഗൈസ്, അത് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളൊരു കുഞ്ഞു ഫോട്ടോഷൂട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിന്ന് രണ്ടുപേരും മാത്രമേ അത് അടിപൊളി എന്ന് പറയത്തുള്ളൂ, ഞാൻ പറയത്തില്ല ഗൈസ്. കാരണം ഭയങ്കര പാടായിരുന്നു കേട്ടോ ലൈറ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ ഞാനത് ഒപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ കുറേ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തൊക്കെയാണെന്നാണ് നോക്കിയത്. തലയിട്ടാരും നോക്കണ്ട, അടുത്ത വീഡിയോയിൽ കാണിക്കാം.